ലോക സിനിമ ഇറങ്ങി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ദുൽഖർ സൽമാനും പ്രൊഡക്ഷൻ ടീമിനും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സക്സസ് റേറ്റിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മലയാളികൾക്ക് പുതിയൊരു യൂണിവേഴ്സ്, സൂപ്പർ ഹീറോ യൂണിവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അതിൻ്റെ ത്രില്ലിലാണ്. വേൾഡ് സിനിമയുടെ മുന്നിൽ തന്നെ ഒരു 35 ക്രോറിൽ ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ഒരു പടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്ന കാര്യം കൂടിയാണ്. കോൺട്രവേഴ്സീസിന് ഒട്ടും കുറവില്ല. 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ സംഘ് പരിവാർ ഹാൻഡിലുകൾ ഈ സിനിമയ്ക്കെതിരെ ഹിന്ദു ഐഡലിനെ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ എന്താ പറയുക മോശം രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്നു. രാജാവ് ഒരു ഹിന്ദു അമ്പലം കത്തിക്കുന്നു, അങ്ങനെ പറയുന്ന കുറേ എന്താ പറയുക അവരുടെ ബോയ്ക്കോട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും വർക്കൗട്ടായില്ല. ഇപ്പോൾ വിഷയം വരുന്നത് കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ നിന്ന് ഈ സിനിമയിലെ വില്ലൻ പറഞ്ഞ കുറച്ച് ഡയലോഗുകൾ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ബോയ്ക്കോട്ട് സെറ്റപ്പ് ഇല്ലെങ്കിലും വിമർശനങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. മലയാളികളെ പോലെയല്ല തമിഴന്മാരും കന്നഡക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ ചോര തിളച്ച് ഇങ്ങനെ വരും. അപ്പോൾ എന്താണെങ്കിലും ദുൽഖർ സൽമാൻ്റെ സ്റ്റോറിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ ഒരു കാര്യം കാണുന്നത്. ഓക്കെ, വേഫെയർ ഫിലിംസിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റോറിയിൽ ഞാനത് കണ്ടത്. ഇറ്റ് ഹാസ് കം ടു അവർ അറ്റൻഷൻ ദാറ്റ് എ ഡയലോഗ് ഡെലിവേർഡ് ബൈ ദ വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ അവർ ഫിലിം ലോക ചാപ്റ്റർ 1 ഹാസ് unintentionally hurt the sentiments of people from Karnataka. At Wayfair Films, we place people above everything else. We deeply regret this oversight and assure you that no offense was intended. The dialogue in question will be removed, edited at the earliest. We sincerely apologize for the hurt caused and humbly request you to accept our apology. ടീം വേഫെയർ ഫിലിംസ് പറഞ്ഞിട്ട് അവർ അപ്പോളജി പറഞ്ഞിട്ട്, അതായത് സെൻറ്റിമെൻസിനെ, കർണാടകയിലുള്ള കന്നഡക്കാരുടെ സെൻറ്റിമെൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉള്ള ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് എന്താണെങ്കിലും അവർ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റും എന്നുള്ളൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ന്യൂസായി. ലോക സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് കന്നഡ വിരുദ്ധ പരാമർശം വന്നപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് കന്നഡ ലോക സിനിമയുടെ നിർമ്മാതാക്കൾ കന്നഡ ക്രൗഡിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ പോയി വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊരു സ്പോയിലർ ആയിരിക്കും. സിനിമ കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നാച്ചിയപ്പ ഗൗഡ എന്ന് പറഞ്ഞുള്ള സാൻഡി പ്ലേ ചെയ്തൊരു പോലീസ് ക്യാരക്ടറുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഗൗഡ അവർക്ക് വീണ്ടും സീനാണ്. ഓക്കെ, കാരണം ഈ ഗൗഡ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിക്ക് അത് കുറച്ച് സീനാന്നുള്ള രീതിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ നാച്ചിയപ്പ ഗൗഡ എന്നുള്ള പോലീസ് ക്യാരക്ടർ, ഇയാളൊരു എന്താ പറയുക മിസോജനിസ്റ്റിക് ക്യാരക്ടറാണ്. ഇയാളുടെ ക്യാരക്ടർ എടുത്ത് വെച്ചത് തന്നെ ഒരു മിസോജനിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഓബ്വിയസ് അയാൾ സ്ത്രീകളെക്കുറിച്ചും അങ്ങനെയൊക്കെ പറയുന്നൊരു ക്യാരക്ടറാണ്. പിന്നെ സിനിമയാണ്, സിനിമയിൽ ഇങ്ങനത്തെ ഡയലോഗുകളും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഇത് സിനിമേൻ്റെ സെൻസിൽ എടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം, ക്രിയേറ്റിവിറ്റീൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ എന്തിനാണ് ഈ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സിനിമ വന്ന സമയത്ത് മാത്രമാണോ ഈ കന്നഡ ക്രൗഡിന് ഇത്ര ഇളകിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ ലഹരി അല്ലെങ്കിൽ അങ്ങനത്തെ പല വിഷയങ്ങളും ഓക്കെ കാണുന്നത് ജോണി വാക്കറിൻ്റെ കാലം മുതൽ. അതായത് ഈ സൈഡിൽ വെച്ച സ്ക്രീൻഷോട്ടിൽ വെൽക്കം ടു ബാംഗ്ലൂരു, ഇത് ജോണി വാക്കറിൻ്റെ ഒരു സീനാണ്. ഈ സീന് മുതൽ, അതായത് ഈ സിനിമ മുതലാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത്. അതിന് മുമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് ഈ സിനിമ മുതൽ അവിടുത്തെ കോളേജ് ആംബിയൻസ്, അതിൽ ആ കൊടൂരനായ വില്ലൻ, അയാൾ ചെയ്യുന്ന കുറേ ലഹരി പരിപാടികൾ, സ്ത്രീ വിഷയങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് മലയാളം സിനിമ എന്നല്ല ഈവൻ കന്നഡ സിനിമ എടുക്കുമ്പോൾ അവർ സ്വയം എന്ത് ചെയ്യാറുണ്ട്, നാട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ വൈ ലോക ആൻഡ് മലയാളം മൂവി നോ? ബിക്കോസ് ആവേശം അവിടെ ഭയങ്കര ഹിറ്റാണ്. ലോക ഭയങ്കര ഹിറ്റായി. അവർ ഓഫീസേഴ്സ് ഡ്യൂട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ഇവർ പറയുന്നത് മലയാളം ഫിലിം മേക്കേഴ്സ് മൊത്തത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് എപ്പോഴും ഒരു ലഹരി പാർട്ടി നടക്കുന്ന അങ്ങനത്തെ, പിന്നെ ഈ പറഞ്ഞ ആവേശമൊക്കെ നമ്മൾ കണ്ടല്ലേ, രംഗണ്ണൻ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നാടായിട്ട് പോർട്രേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു സംഗതി അവർ പറയുന്നുണ്ട്. ആ സംഗതിയിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനുണ്ട്. ആൻഡ് ഈ
നാച്ചിയപ്പഗൗഡ എന്ന് പറഞ്ഞ സാൻഡി ചെയ്ത ക്യാരക്ടർ സ്ത്രീകളെ, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, ഈവൻ ഇഫ് ഈസ് എ മിസോജനിസ്റ്റിക് ക്യാരക്ടർ, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞൊരു ലൈനുണ്ട്. ഓക്കെ, അതായത് ബാംഗ്ലൂരിൽ നിന്ന്, ഇപ്പോൾ ഇത് സ്പോയിലർ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഈ കണ്ടന്റിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ സ്പോയിലറായിട്ട് പറയുകയാണ്, ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഇവിടുന്ന് കല്യാണം കഴിക്കില്ല, ബിക്കോസ് ഇവിടുത്തെ സ്ത്രീകളൊന്നും, അങ്ങനത്തെ ഒരു ലൈൻ, ഞാൻ കംപ്ലീറ്റ് അത് പറയുന്നില്ല. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത്, ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇടയ്ക്കും തലയ്ക്കൊക്കെ ഷട്ടിലടിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിടയിലുള്ള ആളുകൾ തന്നെ ഈ സംഗതി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു, ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിച്ചപ്പോഴോ കല്യാണം നോക്കുന്ന സമയത്തോ ആണിനും പെണ്ണിനും ഒക്കെ ഈ വിഷയം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? കുറേ പേര് നമ്മളെ നാട്ടിൽ തന്നെ ഈ ഒരു ഐറ്റം പറഞ്ഞുകൊണ്ടാണ്. ഓ ബാംഗ്ലൂരാണോ, ഞാനൊരു ടാറ്റു അടിച്ചപ്പോൾ, മുടിയിൽ കളർ ചെയ്തപ്പോൾ, ഒന്നും വേണ്ടേ, ബാംഗ്ലൂർ പോയപ്പോഴാണ് ഞാൻ സത്യത്തിൽ തടി കുറഞ്ഞത്. ഒരു 2000 എനിക്ക് തോന്നുന്നൊരു 12-13 സമയത്തൊക്കെയാണ് ഞാൻ തടി കുറയ്ക്കുന്നത്. അപ്പോൾ തടി കുറഞ്ഞപ്പോൾ എനിക്ക് എയ്ഡ്സ് ആണെന്ന് വരെ പറഞ്ഞ നാട്ടുകാരുണ്ട് എൻ്റെ നാട്ടിൽ. ബാംഗ്ലൂർ പോയിട്ട് എയ്ഡ്സ് പിടിച്ചു. മനസ്സിലായോ? അപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് അങ്ങനൊരു സാധനം കുറേ കാലമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഐറ്റമാണ്. അത് ഈ രണ്ട് വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു കോർ സാധനത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം ഞാനിവിടെ ആ ന്യൂസ് പ്ലേ ചെയ്യാം. വിവിധ സംഘടനകളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കന്നഡ ഭാഷാ സംഘടനകളാണ് പരാതിയുമായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ലോക സിനിമയിൽ ബംഗളൂരുവിലെ യുവതികളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാണ് പരാതി. അതോടൊപ്പം തന്നെ വിവിധ മലയാളം സിനിമകളിൽ ബംഗളൂരുവിനെ ലഹരിയുടെ ഹബ്ബായി ചിത്രീകരിക്കുന്നത് പതിവാണെന്നും ഈ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി, ആവേശം, ലോക തുടങ്ങിയ സിനിമകളിലാണ് ബംഗളൂരിനെ മോശമായി ചിത്രീകരിക്കുന്നത് എന്നാണ്. മലയാളം സിനിമകൾക്കെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CCB അന്വേഷിക്കുമെന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തി ഭാഗം നീക്കം ചെയ്യുമെന്ന് ലോക സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണൊരു ബേസ് ലൈൻ. ഒന്നാമത് ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളേക്കാൾ കൂടുതൽ അയാൾക്ക് ഇപ്പോൾ തെലുങ്ക്, കന്നഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കൂടുതലുണ്ട്. അവിടുത്തെ ഒരു എന്താ പറയുക, സ്റ്റാർഡം അയാൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അയാൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു സംഗതി അയാൾ വെക്കില്ല. അയാൾ എന്താണെങ്കിലും ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അതൊന്നും. രണ്ടാമത്തെ കാര്യം, ഈ ബാംഗ്ലൂർ ബേസ്ഡ് സിനിമകൾ അല്ലെങ്കിൽ സിനിമകളിൽ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ലഹരി ഹബ്ബ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ദെയർ, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ബാംഗ്ലൂർ കുറച്ച് കൂടുതലാണ്. ഞാനവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എനിക്കറിയാൻ പാടില്ലേ. അവിടെ പോലീസുകാർക്ക് 5-10 നൊക്കണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ പോവും. മനസ്സിലായ? ഇപ്പോൾ വേറെ കുറേ രാജ്യങ്ങളിൽ നിന്ന് വന്ന കുറേ ആളുകളുണ്ട് അവിടെ. അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ സംഗതി അവിടെ ബാക്കി ലോക്കൽസിൻ്റെ ഇടയ്ക്ക് കടത്തി വിടുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിൽ ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ലഹരി വരുന്നതിൻ്റെ ഒരു മേജർ ബൾക്ക് വരുന്നതും ഈ പറഞ്ഞ കർണാടകയിൽ നിന്നല്ലേ, ബാംഗ്ലൂരിൽ നിന്നല്ലേ. നമ്മളെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന എത്രയോ ആളുകൾ ബാംഗ്ലൂരും ബാംഗ്ലൂർ എസ്പെഷ്യലി, കർണാടക എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ എസ്പെഷ്യലി പോയിട്ട് ഇതേപോലുള്ള ലഹരി ഗ്യാങ്ങിൽ പോയി പെടുന്നില്ലേ. അതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ലഹരി റിലേറ്റഡ് ആയിട്ടുള്ളത് അത് അവിടുത്തെ ഗവൺമെൻറ്റും ഇപ്പം ഈ പറയുന്ന നമ്മ കന്നഡ സ്നേഹികളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ അതിനൊന്നും നിങ്ങളിങ്ങനെ വഴിവിട്ട് അഴിച്ചു വിട്ടിട്ട് പിന്നെ അത് സിനിമയിൽ കാണിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് ദ അതർ ഫാക്ടർ, ഏത്, സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ ഫ്രീഡം നമുക്ക് ബാംഗ്ലൂരുണ്ട്. ഓക്കെ, അത് ബാംഗ്ലൂരിൽ പോയി താമസിച്ച് ബാംഗ്ലൂരിൻ്റെ വൈബ് മനസ്സിലാവുന്നവർക്കറിയാം. ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം നമുക്കുണ്ട്. അത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ടാവും, പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ടാവും. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സൗത്തും നോർത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ്സ് ഉള്ളത് ബാംഗ്ലൂരായിരിക്കും മലയാളികളുടെ. ഓക്കെ, അപ്പോൾ അത് ചിലർ എന്താ പറയുക, അവരുടെ ഫ്രീഡം മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ചിലർ നല്ല രീതിയിൽ അവിടെ സെറ്റിലായി നല്ല രീതിയിൽ അവിടെ അവർ സ്ഥിരമായി താമസിക്കും. അതായത് നമ്മുടെ നാട് വിട്ട് അവിടെ ഒരു സ്ഥിര താമസം തന്നെ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് നാട് നമുക്ക് വരുന്നൊരു ഫ്രീഡം കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്ത്രീ വിഷയം പറയുന്ന സമയത്ത് അത് അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതൊരു നാടിനെയും അല്ലെങ്കിൽ സ്ത്രീകളെയും മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ നിർത്തേണ്ട പരിപാടികളാണ്. അങ്ങനെ ബാംഗ്ലൂരിൽ പോയത് കൊണ്ട് അങ്ങോട്ട്
സ്ത്രീകൾ വഴിവഴച്ചു പോകും, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയ സ്ത്രീകളൊക്കെ മോശക്കാരികളാണെന്നുള്ള സെറ്റപ്പിലേക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ചില ആളുകളുടെ ജീവിതം വെച്ചിട്ടാണ് എല്ലാവരുടെയും ജീവിതം ഇവിടെ അവർ കമ്പയർ ചെയ്യുന്നത്. അപ്പം അത് സിനിമയിലേക്ക് ഈവൻ ഇഫ് എ മിസോജനിസ്റ്റിക് ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലാണെങ്കിലും അല്ലെങ്കിൽ പറയുന്നതാണെന്നുണ്ടെങ്കിലും അത് അവർക്ക് ഹേർട്ടാണ്. ഓക്കെ, ബിക്കോസ് അവിടെ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ തോന്നുന്നതല്ല, ഇറ്റ്സ് എ ഫാക്ട്, നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു ക്രൗഡാണ് ബാംഗ്ലൂരിലും കർണാടകയിലൊക്കെ ഉള്ളത്. ഭയങ്കര റെസ്പെക്റ്റ് അവിടെ ഉള്ളവർക്ക്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് അവർ കൊടുക്കും. മനസ്സിലായോ? അവരുടെ കൾച്ചറിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പം അവരങ്ങനെ നോക്കി നടക്കുന്ന ഒരു കൾച്ചറുള്ള ആളുകളുടെ ഇടയിൽ സിനിമയിൽ ഇങ്ങനെ ഒരു സംഗതി ഉപയോഗിക്കുന്നത് അതിനവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യും. അല്ലാതെ ഈ ലഹരിയുടെ കാര്യം പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അതൊരു റൈറ്റ് തിങ് ആ തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു ഇത് വയ്ക്കാം, ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നുണ്ട്. മലയാളം ഫിലിംസ് ആൻഡ് ബംഗ്ലൂർ. The other day, I went to watch the Malayalam film Loka. Within a short while after the movie began, there was a scene that suddenly made me angry. The reason was the dialogue spoken by one of the characters. The story is at Bangalore, and in one scene, police character is speaking with his mother about marriage. He says, "I'm not saying I will never get married, but I will not marry girl from this city. Because all the girls here are characterless." Okay, ബ്രാക്കറ്റിൽ വേറെ കാര്യം എഴുതിയിട്ടുണ്ട്. ഹിയറിങ് ദിസ് ലൈൻ മൈ ആങ്കർ ഷോട്ട് അപ്പ് ഇൻസ്റ്റൻ്റ്ലി. ആവാം, അതിൽ പ്രതികരിക്കാം, ഒരു വിഷയവുമില്ല. ഞാൻ പറഞ്ഞു, ഈവൻ ഇഫ് മിസോജനിസ്റ്റിക് ക്യാരക്ടർ ആണെങ്കിൽ പോലും അയാൾ പറയുന്നത് ആ നാട്ടിലെ സ്ത്രീകളെ ഒന്നടങ്കം ഒരു സിനിമയിൽ അങ്ങനെ പറയുന്നതിനോട് പ്രതികരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈവൻ ഐ സപ്പോർട്ട്. Not long ago, Malayalis themselves had expressed a strong outrage against the Hindi film Param Sundari, saying that it did not depict them or their language properly. They protested not just individually, but by creating reels one after the other, and I too agreed with their protest. But it is truly unfortunate that the same people who opposes misrepresentation by others have been making films set in Bangalore for the past 15 years without understanding the life here, the city itself or its people. സത്യമാണ്. അതായത് പരംസുന്ദരി സിനിമ വന്ന സമയത്ത് ഇവിടെ ഹ്യൂജ് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഈവൻ പരംസുന്ദരി എന്നല്ല, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബോളിവുഡ് സിനിമയിലും ഈ പറയുന്ന മലയാളി കേരള തനിമ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളംകളി, കഥകളി, തേങ്ങ, നാളികേരം, മറ്റേ കോക്കനട്ട് ഓയിൽ എന്ന് മാത്രമുള്ള സ്കീമിക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അതിനെതിരെ ഇപ്പോൾ പരംസുന്ദരി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഈ മലയാളം ഡബ്ബിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഇവിടെ ഒരുപാട് റീൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രൊട്ടസ്റ്റ് നമ്മൾ മലയാളികളുടെ ഇടയിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നുണ്ട്. ബിക്കോസ് ഇത്ര വർഷമായി എത്രയോ മലയാളികൾ അവിടെ തന്നെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള മലയാളികളുണ്ട്. ഇപ്പോൾ അവർ നന്നായിട്ട് കന്നഡ അറിയുന്ന ആളുകളുണ്ട്. സോ സിനിമയിൽ ഈവൻ ആ ഒരു ഇൻഡസ്ട്രി പോയിട്ട് ആ ഒരു നമ്മുടെ കഥയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് 1-2 ആളുകൾ എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ബോളിവുഡിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമ്മളത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ബോളിവുഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 1-2 ആൾക്കാർ എടുത്തൂടെ, ഡബ് അയച്ചൂടെ എന്നൊക്കെ. സോ അതേ ഡിമാൻഡ് കർണാടക ബേസ്ഡ് സിനിമ നമ്മൾ എടുത്തിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ അവർക്കും തിരിച്ച് ഡിമാൻഡ് ചെയ്യും, ചോദിക്കും ചെയ്യാമല്ലോ. ഫോർ എക്സാമ്പിൾ, apart from the offensive dialogue, the Kannada spoken by several characters in this movie was utterly unbearable. If these filmmakers can cast Tamil actors for stories set in Tamil Nadu, why it is so difficult for them to cast actors who actually know Kannada for stories in Bangalore? And according to their portrayal, is Bangalore limited only to Koramangala, HSR, Whitefield? It is only about parties, pubs and drugs usage. Looking at all these, one cannot help but feel a deep anger question rising. Do you think the people here spend their daily living only in such activities, and so they show it as it's the normal here too? In the movie Loka, the police character is named Nachiyappa Gowda, and it was played by a Tamil actor, not a single actor who actually known Kannada is seen anywhere. It seems they make such choice either out of negligence towards issues that could easily be resolved, or not of arrogance,
that even the local people will not raise an objection. ഇവർ ഈ പറയുന്ന കാര്യങ്ങളോട് ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ തൊട്ട് കളിക്കുമ്പോൾ നമുക്ക് ഇളകുന്ന രീതിയിലുള്ളൊരു സംഗതി തന്നെയാണ് ഇവർക്ക് ഇളകിയിട്ടുള്ളത്. ആക്ച്വലി ഇവർക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കഥ എടുക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 1-2 അവിടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ കൊണ്ടുവന്നവർ അത് പൈസയ്ക്ക് ഭയങ്കര സീനാവുന്നൊന്നുമില്ല. ഇറ്റ് ഹെൽപ്സ് ദ മൂവി അലോട്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ലോക കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അതിനകത്ത് വിനീതേട്ടനെ കണ്ടിട്ടുണ്ട്. വിനീതേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. വിനീതേട്ടൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ അതൊരു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് മലയാളിയാണ്. വിനീതേട്ടൻ അവിടെ ബാംഗ്ലൂർ ബേസ്ഡ് കന്നഡയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ഒരു 3-4-5 ആൾക്കാരെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ ലൈനിലുള്ള ഒരു കന്നഡ ബേസ്ഡ് പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ സാൻഡി തമിഴ് ആളാണ്. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആളെടുക്കാം. ഈ എമൗണ്ടിന് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ താല്പര്യമാണ് എന്താരെടുക്കണം, അല്ലെങ്കിൽ ആരെന്ത് ക്യാരക്ടർ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു ഡയറക്ടറിൻ്റെ താല്പര്യമാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് അങ്ങനത്തെ ഒരു ട്രൈ പോലും എവിടെ ഇതുവരെയായിട്ട് നടന്ന് കണ്ടിട്ടില്ല എന്നുള്ളതൊരു ഫെയർ സാധനമാണ്. In this, filmmakers truly ask themselves whether their stories that are supposedly that set in Bangalore really need to be set here. The honest answer would be no. And yet they continue to insist on setting them in Bangalore. If the need of Bangalore is truly that important, then they must understand what has to be done and portray it properly. Instead, portraying the lives of the people here is such disordered and wrong is never acceptable, and it must be strongly condemned in one voice എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് പോലെ തന്നെയാണ് ഞാൻ എക്സിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഓൾ ദി പ്ലാറ്റ്ഫോം അക്രോസ് ഇതേപോലത്തുള്ള പ്രൊട്ടസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഇന്നലെ വേറൊരു ന്യൂസ് ചെയ്യാൻ കണ്ടു. അവിടുത്തെ ആചാര്യ കോളേജ്, ഏതൊരു കോളേജിനകത്ത് ആവേശം മോഡൽ മറ്റേ ഓണ സെലിബ്രേഷനിടയിൽ തല്ലുണ്ടായി. ഓൾറെഡി ഇവർക്ക് വിഷയമാണ്. കർണാടകയിൽ ഇപ്പോൾ ഞാൻ ജീവിച്ച സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയി വരുന്ന സമയത്തൊക്കെ ഞാൻ ഒരു കാര്യം പറയും, ഇവർക്ക് കന്നഡ, അവരുടെ നാട്, അവരുടെ കന്നഡ മണ്ണ്, അവരുടെ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രൗഡാവുന്ന ആളുകളാണ് അവർ. അവർക്ക് അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അവർ പ്രൊവോക്ഡ് ആവും. ചില കാര്യങ്ങൾ അവർക്ക് വാണ്ടഡ് ആയിരിക്കും, ചിലത് അൺവാണ്ടഡ് ആയിട്ട് അവർ പ്രൊവോക്ഡ് ആവും. ഓക്കെ, ഇപ്പോൾ ഒരു എന്താ പറയുക, മൾട്ടി ലാംഗ്വേജ് ലൈക്ക് രീതിയിലൊരു പാൻ ഇന്ത്യൻ രീതിയിലൊരു സിനിമ പോവാമെന്ന് വിചാരിച്ചോ. ഓക്കെ, അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ വലിയ വലിയ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ കൂലി പടം തന്നെ എടുത്ത് നോക്കിയാൽ മതി. തെലുങ്കുന്നും കന്നഡ ഇവിടുന്നും തെലുങ്ക്, കർണാടക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ നടന്മാരെ കൊടുന്ന് അഭിനയിപ്പിച്ച്. ഓക്കെ, പക്ഷെ വർക്കായില്ല, പടം അങ്ങനെ വർക്കായില്ല. ഇതിപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം എന്നൊന്നുമില്ല. ബാംഗ്ലൂർ ബേസ്ഡിലൊരു സാധനം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഈ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം 1-2 ആൾക്കാരെ കൊണ്ടുവന്നാൽ അത് ബെനിഫിറ്റ് ആവുകയുള്ളൂ സിനിമയ്ക്ക്. അല്ലാതെ അതിൽ ഒന്നുമില്ല. പൈസയ്ക്കാണ് ചിലവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പരംസുന്ദരിയൊക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ പല സിനിമകളും നോർത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ മലയാളികളെ പോർട്രേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ഇവരിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ജെന്യുവനായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. സിനിമ ഇൻഡസ്ട്രിക്ക്, മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അത് ജെന്യുവനായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. പിന്നെ ഈ പബ്ബ് പാർട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ, അതൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സിനിമയിൽ പറയും, പറയാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, അവിടുത്തെ ലൈഫിൻ്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് അതാണ്. ബാംഗ്ലൂരിൽ ആ പോർഷനാണ് ഒരു സിനിമയ്ക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അവരത് കാണിക്കും. അത് ഏത് രീതിയിൽ കാണിക്കുന്നുള്ള ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് മിസ്ലീഡിങ് ആയിട്ട് അത് ഭയങ്കര സീനായിട്ടുള്ള രീതിയിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പം തന്നെയല്ലേ. ഇപ്പോൾ ഒന്നും വേണ്ട, ബോളിവുഡ് സിനിമകളിലോ അല്ലെങ്കിൽ സൗത്ത് നിന്നുള്ള കുറേ സിനിമകളിലോ ഒക്കെ പഞ്ചാബ് ബേസ്ഡ് ആയിട്ട് ഈ ലഹരി ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. പഞ്ചാബികൾ ഫുള്ള് നാളെ പഞ്ചാബിലുള്ള ആൾക്കാർ മൊത്തം ഞങ്ങളുടെ നാട്ടിൽ എന്തിനങ്ങനെ കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സീനാവില്ലേ. ശരിക്കും അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നൊരു സംഗതി തന്നെ. ഈവൻ ബോളിവുഡിൽ നിന്ന് സിനിമകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ലഹരി റിലേറ്റഡ് സിനിമ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ പഞ്ചാബെന്നായിരിക്കും. അങ്ങനത്തെ സാധനങ്ങളുണ്ട്, ചില സാധനങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അവർ ഈ പാർട്ടി പബ്ബ് സാധനത്തിനൊന്നും ഇവിടെ ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് അതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിലൊന്നും ഒരു അപ്പോളജി പറഞ്ഞിട്ടില്ല. അവർ കൃത്യമായിട്ട് ആ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് അത് ശരിക്കും പറയേണ്ടതുമായിരുന്നു. അതൊരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് അഡ്രസ്സ് ചെയ്തത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോഴും ഞാൻ പറയാം, ബാംഗ്ലൂർ പോണ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും പൊട്ടയാണോ?
എല്ലാ കുട്ടികളും പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇനിയും ഇവിടുന്ന് മലയാളികൾ എത്രയോ ആൾക്കാർ അവിടെ പോയി പഠിക്കുന്നില്ലേ, എത്രയോ പേര് മര്യാദയ്ക്ക് നന്നായിട്ട് നല്ല ജീവിതം കിട്ടി, നല്ല ജോലി കിട്ടി, സെറ്റിലായി, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആയി, ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി, അവരങ്ങനെ പോകുന്ന എത്രയോ ആൾക്കാരില്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണം സ്വയം അവരുടെ കയ്യിലിരിപ്പോണ്ട് നല്ല രീതിയിൽ പോകുന്നല്ലാതെ ഒരു 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 നാട് അവിടെ എല്ലാത്തിനുള്ള ഓപ്ഷനും ഉണ്ട്, ഫ്രീഡം ഉണ്ട്. എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ താല്പര്യമാണ്. നമ്മൾ നല്ലത് ചൂസ് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ പൊട്ടയോ. ഓക്കെ, അതാണ് ആ നാട് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ കുറേ എണ്ണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരുത്തി അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഓൻ ബാംഗ്ലൂരാണോ, ഒരു പെണ്ണ് കൊടുക്കണ്ട, ഓള് ബാംഗ്ലൂരാണോ, ഓളെ കെട്ട ആള് പോകണ്ട സാധനം ഉണ്ട്. ഓക്കെ, അത് സിനിമ കണ്ടതുകൊണ്ട് ഇവരങ്ങനെ തെറ്റിദ്ധരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സിനിമ കണ്ടതുകൊണ്ടൊന്നുമല്ല. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം പോയി വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിലുള്ള ഒരു ഐറ്റമാണ്, സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞല്ലോ ഒന്ന് രണ്ടാൾക്കാർ അങ്ങനെ ഉള്ളത് കണ്ടപ്പോൾ എല്ലാവരെയും അങ്ങനെ വെച്ച് ജഡ്ജ് ചെയ്യുന്നൊരു സാധനം നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട്, നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു സിനിമയിലൊരു ക്യാരക്ടർ അങ്ങനെ, അതൊരു ഒരു ഒരു പോലീസ് ഓഫീസർ അങ്ങനെയാണ് പറഞ്ഞു, അതൊരു പോലീസ് ഓഫീസർ പറഞ്ഞു, അതായത് ആ നാട്ടിലുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്നു എന്നുള്ളതൊരു ഭയങ്കര എന്താ പറയുക മോശം സംഗതി തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് അവിടുന്ന് അവർക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റി ഈ നമ്മ കന്നഡ ടീമിന്. അത് ഈ ദുൽഖറിൻ്റെ ടീമാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മാറ്റാനും റെഡിയാണ്. സോ ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ എല്ലാം നോക്കണമല്ലേ. നല്ലൊരു പടമാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ മലയാളികളുടെ ടീം കേരളത്തിൽ മാത്രമല്ല നിൽക്കുന്നത്, അവിടെ പോകുന്നുണ്ട്.